ഹിന്ദി കളിക്കുമ്പോൾ വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് കളറിലൊക്കെ വരും, പണ്ടേ വരലുണ്ട്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ സിനിമാസ്കോപ്പ് വന്നു. ഓരോ ഇന്നോവേഷൻസ് ആണല്ലോ. ഹോളിവുഡ് നേരത്തെ കൊണ്ടുവരല്ലോ. അപ്പോൾ സിനിമാസ്കോപ്പ് 1900 എൻ്റെ മൈ മെമ്മറി ഈസ് റൈറ്റ് 56 മറ്റാണ് സിനിമാസ്കോപ്പ് വന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പിക്ചർ കളിച്ചത് പ്രിൻസ് വാലിയൻ്റാണ്. ഫസ്റ്റ് സിനിമാസ്കോപ്പ് പിക്ചർ നമ്മൾ കളിച്ചത്. അത് സിനിമ പിന്നെ കുറേ കാലം സിനിമാസ്കോപ്പിൻ്റെ മുകളിലായിരുന്നു. പിന്നെ അത് ആൾക്കാർക്ക് വെറുക്കുമ്പം ദേ ഹാവ് ടു ചേഞ്ച്. ഏത് നമുക്കൊരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് അതൊരു ആൾക്കാർക്കൊരു മടുപ്പുണ്ടാവുമെന്ന് തോന്നുമ്പം വി ഹാവ് ടു ചേഞ്ച്. ദാറ്റ്സ് വാട്ട് ഹോളിവുഡ് വാസ് ഡൂയിങ് ആൻഡ് വാട്ട് എവർ ഹോളിവുഡ് ഡസ് വി ഓൾസോ ഡു ഇറ്റ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ സിനിമാസ്കോപ്പ് കഴിഞ്ഞൊരു കഴിഞ്ഞപ്പോൾ പിന്നെ 70mm വന്നു. 70mm വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അറൗണ്ട് ഏർലി 1970s. അല്ലല്ല, ഈവൻ ബിഫോർ ദാറ്റ് 60s 70mm വന്നത്. അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. സിനിമാസ്കോപ്പിന് മോണോ സൗണ്ടായിരുന്നു, പ്യൂർലി മോണോ സൗണ്ട്. 70mm വാസ് 6 track. ഇത് ഒരു ട്രാക്ക് ആകുമ്പോൾ 70mm 6 track ആയിരുന്നു. പ്ലസ് സ്ക്രീൻ ഗെറ്റ്സ് ബിഗർ, പിക്ചർ ക്ലാരിറ്റി ഗെറ്റ്സ് ബിഗർ. ഇത് 35mm, അത് 70mm. 70mm എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നിങ്ങൾ പ്രൊജക്ഷൻ ഇങ്ങനെ കാണുമ്പം 70mm ഇങ്ങനെ കാണും. അപ്പോൾ നിങ്ങൾ ഫേസ് കുറച്ചും കൂടെ വലുതായിട്ട് ക്ലാരിറ്റിയോട് കൂടി കാണും. ദാറ്റ്സ് വാട്ട് 70mm വാസ്. ആൻഡ് 6 track മാഗ്നറ്റിക് സൗണ്ടായിരുന്നു അത്. മാഗ്നറ്റിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പവർഫുൾ സൗണ്ടാണ്. അത് സ്പീക്കർ കയ്യിൽ പിടിക്കാൻ പറ്റില്ല. സിനിമ കളിക്കുന്ന ടൈമിൽ ട്രൈ ടു ഹോൾഡ് ദി സ്പീക്കർ ഇൻ യുവർ ഹാൻഡ്, തെറിച്ചു പോവും. അത് 70mm 6 track സ്റ്റെറിയോഫോണിക് സൗണ്ടാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഈ 6 track കഴിഞ്ഞിട്ട് വെരി കോസ്റ്റ്ലി. 70mm കളിക്കുന്നത് നമുക്കും കോസ്റ്റ്ലിയാണ്. 6 track എന്ന് പറഞ്ഞാൽ കാർബൺ, ഡബിൾ ദ സൈസ് കാർബൺ വേണം. എല്ലാം കൊണ്ടും കറണ്ട് വൈസ് എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര എക്സ്പെൻസസ് ആയിരുന്നു. നോട്ട് ഓൺലി അസ്, ഈവൻ ഫോർ ഓൾ ദി തിയേറ്റർ ഓണേഴ്സ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് എക്സ്പെൻസ് വൈസ്. അങ്ങനെയാണ് ദർ വാസ് എ ഡിമാൻഡ്. ആൻഡ് ദെൻ ദേ സ്ലൈറ്റ്ലി ചേഞ്ച്ഡ് ഓവർ ടു ഓപ്റ്റിക്കൽ സൗണ്ട്. ഓപ്റ്റിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ഡിജിറ്റൽ തന്നെയാണ് അപ്പോഴും. ഈ 70mm അത്ര എക്സ്പെൻസ് ഇല്ലാത്ത 6 track 70mm പറ്റുള്ളൂ. 70mm എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ 35mm 70mm വരാനുള്ള കാരണം 70mm 6 track കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അന്നത്തെ ടെക്നോളജി വെച്ച്. 6 track ഫിലിമിൻ്റെ ഉള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണ്ടേ, അന്ന് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ദേ ഇൻവെൻറ്റഡ്, അതിനുശേഷം ദേ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്ത് കൊണ്ട് അവസാനം ദേ ഇൻവെൻറ്റഡ്. അങ്ങനെയാണ് ഓർഡിനറി ഫ്രെയിമിൻ്റെ ഉള്ളിൽ 6 track വരാൻ തുടങ്ങി. 6 track അല്ല, ഇപ്പോൾ എത്ര ട്രാക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊണ്ടുവരാം. ഡോൾബി അങ്ങനെയാണ് ചെയ്തത്. സാധാരണ ഫിലിമിൻ്റെ ഉള്ളിൽ 8ഉം 10ഉം 12ഉം, അത് ഡോൾബി മാത്രമല്ല, SDTS സൗണ്ട് അതിലിടാം, DTS സൗണ്ട് അതിൽ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ എല്ലാ ഫോർമാറ്റ് സൗണ്ടും അതിൽ റെക്കോർഡ് ചെയ്യാം ആ ചെറിയ ഫിലിമിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ ഒരു ഇൻവെൻഷൻ കൊണ്ടുവന്നിട്ട് ആ ഡോൾബി ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇപ്പോൾ ഡോൾബിക്ക് 6 track എത്ര വേണമെങ്കിൽ ട്രാക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പിന്നെ 70mm ആവശ്യമില്ല. അപ്പോൾ 70mm ഒബ്സൊല്യൂട്ട് ആയിപ്പോയി. അപ്പോൾ ഡോൾബിക്ക് ഇത്ര ട്രാക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോഴും ഡോൾബിയാണ് ദേ റെയിൻ സുപ്രീം സൗണ്ട്. ഡോൾബിനെ ബീറ്റ് ചെയ്യാൻ നിന്ന ആരുമില്ല. എന്തൊക്കെ സൗണ്ട് ഫോർമാറ്റാണ് അവർ കൊണ്ടുവന്നത്. അറ്റ്മോസ്, ലേറ്റസ്റ്റ് അറ്റ്മോസിൽ 62 ചാനലോ മറ്റോ ഉണ്ട്. പുറമേ കാണുന്ന മാതിരിയല്ല, ഉള്ളിൽ കുറേ സ്പീക്കർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ആക്ച്വലി ഓരോ സൗണ്ടും ഓരോ ചാനലിൽ കൂടിയാണ് വരുന്നത്. എല്ലാം കൂടെ 10, 62, 64 ചാനലുണ്ട്. അതാണ് ഇപ്പോഴത്തെ. പിന്നെ ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ഉണ്ട്. സ്പീക്കർ വിൽ ടച്ച് ഓൾമോസ്റ്റ് ദി സ്ക്രീൻ. പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ, സൈഡിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഡോൾബി അറ്റ്മോസ് ഓൾമോസ്റ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്ത് നിൽക്കും അതിൻ്റെ എഫക്റ്റിന് വേണ്ടിയിട്ട്. അവിടെ നിന്നുള്ള ചില സൗണ്ടൊക്കെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ ഒരു മോസ്റ്റ് റിയാലിസ്റ്റിക് സൗണ്ടിന് വേണ്ടിയിട്ടാണ് ഡോൾബി അറ്റ്മോസ് കൊണ്ടുവന്നത്. ഇപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ. എവരിവെയർ ഡോൾബി അറ്റ്മോസ് ഈസ് ഹാപ്പനിങ്. ബട്ട് ഡോൾബി അറ്റ്മോസിലും ഡിസ്ക്രീറ്റ് ഉണ്ട്,
വേറൊരു ഫോർമാറ്റും ഉണ്ട്. ഡിസ്ക്രീറ്റ് ഈസ് വെരി വെരി കോസ്റ്റ്ലി. അതിന് 62 ചാനലോ 63 ചാനലോ ഇട്ടുണ്ട്. വി ഹാവ് ഇൻസ്റ്റാൾഡ് ഡിസ്ക്രീറ്റ്, ഡോൾബി ഡിസ്ക്രീറ്റ്. മറ്റേ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ബിക്കോസ് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ചെയ്യണം ഏത് കാര്യവും. വി ബിലീവ് ഇൻ ദാറ്റ്. ബെസ്റ്റ്, യു ഓൾവേസ് ഇൻസ്റ്റാൾ ദ ബെസ്റ്റ്. അങ്ങനെയാണ് ഡിസ്ക്രീറ്റ് കൊണ്ടുവന്നത്. പബ്ലിക്കിനൊന്നും അറിയില്ല. ഡിസ്ക്രീറ്റ് എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിനെ അറിയില്ല. നമ്മൾ പിന്നെ ഇതായിട്ട് കളിക്കുന്നതിനെ കൊണ്ട് നമുക്കറിയാവുന്ന, അല്ലാതെ പെട്ടെന്ന് ഡോൾബി അറ്റ്മോസ് എല്ലാവർക്കും എല്ലാ തിയേറ്ററിലും ഡോൾബി അറ്റ്മോസ് എന്ന് ലോഗോ ഉണ്ട്. ബട്ട് ഹൗ മെനി തിയേറ്റേഴ്സ് ആർ എക്യുപ്ഡ് വിത്ത് ഡോൾബി അറ്റ്മോസ് ഡിസ്ക്രീറ്റ്? അത് പുറകെ നോക്കിയാൽ അറിയില്ല. യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ്, അപ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അതിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഡോൾബി അറ്റ്മോസിലാണ് സൗണ്ട് എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ എവിടേക്കാണ് പോകുകയെന്ന് അറിയില്ലല്ലോ. ഈവൻ ഡോൾബി വിഷനും കൂടി വന്നു കഴിഞ്ഞാൽ, ഈവൻ പ്രൊജക്ഷൻ ദേ ഹാവ് എൻറ്റേർഡ്. പിക്ചർ ക്വാളിറ്റീൻ്റെ മുകളിലും ദേ ആർ സ്ലോലി എൻറ്ററിങ്. ദേ ആർ ഗോയിങ് ഓൺ എക്സ്പെരിമെൻറ്റിങ് വേരിയസ് തിങ്സ് ആൻഡ് അൾട്ടിമേറ്റ്ലി ബ്രിങ്ങിങ് ഔട്ട് ദ ബെസ്റ്റ്. അതാണ് ഓരോ പ്രിൻസിപ്പിൾ. അതാണ്. ഓരോ വർഷവും പറയാൻ പറ്റില്ല. വെനെവർ ദേ ഡിസ്കവർ ദേ ഇൻട്രൊഡ്യൂസ്. 70 വന്നപ്പോൾ ഇറ്റ് വാസ് എ സെൻസേഷൻ. ഇപ്പോൾ 70 ആർക്കും വേണ്ട. 70 ഒരു വി ക്യാൻ ഷിഫ്റ്റ് ഇറ്റ്. 35 കളിക്കാം, 70 കളിക്കാം. അതിലുണ്ടാവും, നോക്കിയാൽ കാണാം. ഇപ്പോൾ അത് മാഞ്ഞു പോയിട്ടുണ്ടോ എന്തോ അറിയില്ല. ഒരു ക്ലിപ്പ് മാതിരി ഉണ്ടാവും. 70 കളിക്കുമ്പോൾ ഒരു തിരിച്ചാൽ മതി. ദാറ്റ് വിൽ ഗെറ്റ് വൈഡൻഡ്. ദാറ്റ് അപ്പർച്ചർ ഗെറ്റ് വൈഡൻഡ്. മനസ്സിലായോ? അപ്പോൾ വലുതായിട്ട് കാണും. എന്നാളൊരു 70 പിക്ചർ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടി സ്ക്രീൻ ചെയ്ത് നമ്മളൊക്കെ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു. എൻ്റെ പ്രൊജക്ടർ ഇവിടെയുണ്ട്. ഇഫ് യു വാണ്ട് വി ക്യാൻ. ബട്ട് എന്താ മെയിൻ കോമ്പണൻസൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് തന്നെ അറിയില്ല. കുറേയൊക്കെ ഉള്ളിലുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഷ്ടമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആളില്ല. അപ്പോൾ എഞ്ചിനീയേഴ്സ് ഇല്ല. എല്ലാവരും റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പഴയ ആൾക്കാരൊക്കെ. പുതിയ ടെക്നോളജി വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് പഴയൊന്നും അറിയില്ല. നമ്മളിന്ന് സിനിമാ വിശേഷം എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ്. അപ്പോൾ നമുക്ക് ക്രൗൺ തിയേറ്ററിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. കേൾട്ടോ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ ടൈൽസും കാര്യങ്ങളൊക്കെ പാകിയുള്ള ഒരു പാർക്കിംഗ് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ എൻ്റെ തൊട്ട് പുറകിലായിട്ട് നമുക്കിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം, ഹിന്ദി, തമിഴ് ഇംഗ്ലീഷ് എന്നീ സിനിമകളുടെ വലിയ കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു വീടിൻ്റെ ഒരു ലുക്കിലാണ് തിയേറ്റർ മൊത്തത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മേലൊരു ക്രൗൺ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വൈറ്റ് പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് അടിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ ഡോൾബി അറ്റ്മോസ് എന്നുള്ള വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം പരസ്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്കാണ് എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ എൻട്രൻസിൽ തന്നെ ഒരു വലിയ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ കാണാം. ആ പ്രൊജക്ടറിൻ്റെ സൈഡിലാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. 2 സ്ക്രീനാണ് വരുന്നത്. അതിൽ OD1, OD2 എന്നാണ് സ്ക്രീനിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. 12:15 സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 200 രൂപയും 160 രൂപയാണ് മിനിമം ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 2 സ്ക്രീനിൻ്റെ വിഷ്വൽസിലേക്ക് പോകാം. അപ്പോൾ ക്രൗൺ തിയേറ്ററിൻ്റെ റിസപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക ഫീലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഫിലിമിനോട് ഒരു ഈറ്റിലും എന്ന് തന്നെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടി വരും. വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഇവിടുത്തെ ഓരോ കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ കാണുമ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ദ മാഗ്നിഫിക്കൻറ്റ് 7 എന്ന ഇംഗ്ലീഷ് ഫിലിം 29/6/1963 കോഴിക്കോട് എന്ന മഹാനഗരത്തിൽ ക്രൗൺ തിയേറ്റർ റിലീസ് ചെയ്യുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയാണ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ധാരാളം സിനിമകളുണ്ട്. ഇവിടെ കുറേ ഫിലിമിൻ്റെ കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാഡിയേറ്റർ 2 കട്ടൗട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഗോൺ വിത്ത് ദ വിൻഡ് എന്ന ഇംഗ്ലീഷ് ഫിലിമിൻ്റെ വളരെ പഴക്കം ചെന്ന ഇംഗ്ലീഷ് ഫിലിമിൻ്റെ 13/12/1952 ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രക്കും എഫേർട്ട് എടുത്തിട്ട് കോഴിക്കോട് എന്ന മഹാനഗരത്തിന് പുതിയ എന്താ പറയുക ഹോളിവുഡ് സിനിമകളും യൂറോപ്യൻ സിനിമകളൊക്കെ
റിലീസ് ചെയ്ത് സിനിമ എന്ന മാസ്മരിക ലോകത്തേക്ക് ജനങ്ങളെ കൊണ്ടുവന്നാണ്. ഈ ഒരു അവസാനത്തെ ഒരു കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി നമുക്ക് കാണേണ്ടതാണ്. ഗുഡ് ബാഡ് അഗ്ലി എന്ന ഒരു കട്ടൗട്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്. 17/7/1970 എന്ന ഒരു സമയത്ത് ഈ ഒരു സിനിമയും ഇവിടെ റിലീസ് ചെയ്തിരുന്നു. നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറത്താണ്. നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ കഫ്റ്റീരിയയും അതേപോലെ കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ നമുക്ക് ഇൻറ്റീരിയൽ ഡിസൈൻ ഉണ്ട്. സീലിങ്ങിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സാധാരണ തിയേറ്ററിൽ കണ്ടുവരാത്ത ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ മെയിൻ കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ഒരു വുഡൻ ഫിനിഷിനാണ് പിന്നെ സീലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചുമരും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും അവിടെ ഹോളിവുഡ് എന്ന് എഴുതിയിട്ടുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്രൗൺ തിയേറ്ററിൻ്റെ OD1. നമുക്ക് സ്ക്രീൻ 1 എന്ന് തന്നെ പറയാം. ഒരു പ്രത്യേക ആംബിയൻസിലുള്ള ഒരു ഓഡിറ്റോറിയമാണ്. നമ്മൾ സാധാരണഗതിയിൽ കണ്ട തിയേറ്ററിലൊന്നും കണ്ട പോലത്തെ ഓഡിറ്റോറിയം അല്ല, ഒരു പ്രത്യേക ഡിസൈനാണ് നമുക്ക്. അപ്പോൾ നമ്മൾ സ്ക്രീൻ 1ലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സീറ്റിനെ കുറിച്ച് തന്നെ ആദ്യം സംസാരിക്കാം. നമ്മളിവിടെ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കർവ് മോഡലാണ് സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നമ്മൾ അധിക തിയേറ്ററിലും കണ്ടുവരാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സെറ്റപ്പ്. ആ ഒരു അവസാനത്തെ റോയിൽ 4 സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ മേലോട്ട് ഒരു വഴിയും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റോയിൽ 10 സീറ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഒരു 4 റോ സീറ്റും കാര്യങ്ങളൊക്കെ വേറെയും വരുന്നുണ്ട്. 200 സീറ്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ക്രീൻ 1. പിന്നെ പുഷ് ബാക്ക് സീറ്റാണ് വരുന്നത്. അടിപൊളി പുഷ് ബാക്ക് സീറ്റാണ്. നമ്മൾ വേറെ ഒരു തിയേറ്ററിൽ പോയി കാണാത്ത മോഡൽ പുഷ് ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു വയലറ്റ് അതേപോലെ തന്നെ നടുക്ക് ഒരു റെഡ് കളറുള്ള എന്താ പറയുക ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ തിയേറ്ററിന് ഇവിടെ ഡിസൈൻ എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും, അതൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ തന്നെ നമ്മളെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏത് റോയുള്ള സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ 160 രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ 3Dക്ക് 200 രൂപയാണ്. പിന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യം ഒന്ന് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ലെഗ് സ്പേസ് അടിപൊളി ലെഗ് സ്പേസാണ്. അത് ഈ കർവ് മോഡൽ തന്നെയാണ് സംഭവം വരുന്നത്. നമുക്കിങ്ങനെ ആൾക്കാർക്ക് പോകാനോ ഇറങ്ങി പോകാനോ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ്. നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയൽ റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഏറ്റവും മുകളിൽ ചുമരിൽ ഒരു ബ്ലാക്ക് കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ AC-ൻ്റെ വെൻറ്റിലേഷനും ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പ്രത്യേക ഡിസൈനിലാണ് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ആ റെഡ് കളറിന് താഴെയായിട്ട് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആഷ് റെഡ് ബ്ലാക്ക് എന്ന കോമ്പിനേഷനിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ നിലത്ത് പാകിയിരിക്കുന്നതും ആഷ് കളറിലെ ടൈൽസും കാര്യങ്ങളൊക്കെയാണ് പാകിയിരിക്കുന്നത്. പിന്നെ റെഡ് കളറിലെ LED സ്ട്രിപ്പാണ് ഇതിൽ മെയിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ സീലിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ സീലിംഗ് ഗ്രിഡ് മോഡലാണ് സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അതും സാധാരണ തിയേറ്ററിൽ കണ്ടുവരുന്ന ഒരു മോഡൽ. അപ്പോൾ നമ്മൾ ക്രൗൺ തിയേറ്ററിൻ്റെ ഓപ്പറേറ്റർ ഉണ്ട്, നമുക്ക് ആദ്യം പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്താ പേര് വരുന്നത്? ബാബു. ഓക്കെ. എവിടെയാണ് വീട് വരുന്നത്? വയനാടാ. ഇവിടെ എത്ര വർഷമായി വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഒരു 7 വർഷം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ഈ സൗണ്ടിനെ കുറിച്ചിട്ടും സ്ക്രീനിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പറഞ്ഞു തരണം. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ. അപ്പം അവിടെ നമ്മൾ ഈ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OD1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പീക്കറിലേക്ക് ആദ്യം പോകുമ്പോൾ സാധാരണഗതിയിലുള്ള തിയേറ്ററിലേക്ക് പോയ കാണുന്ന രീതിയിലുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെ ഒന്നുമല്ല. സബ് വൂഫറിൻ്റെ എണ്ണം കൂടുതലാണ്, സ്പീക്കറിൻ്റെ എണ്ണം കൂടുതലാണ്, സ്പീക്കറൊക്കെ അടുപ്പിച്ചിട്ടാണ് കാണുന്നത്. എന്തൊക്കെയാണ് ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത വരുന്നത്? നമ്മൾ ഡോൾബി അറ്റ്മോസ് 32 ചാനലാണ്. അതിൽ നമ്മൾ സറൗണ്ടിലടക്കം സബ് വൂഫറുണ്ട്, 4 സബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പടം കാണുമ്പോൾ അറിയുള്ളൂ. അതിന് സെൻട്രൽ സബിന് ഒന്നുകൂടി ഒരു സപ്പോർട്ട്, നല്ല പവർ കിട്ടും. നമ്മൾ ഈ അറ്റ്മോസിൻ്റെ എംബ്ലമൊക്കെ ഇടുമ്പോഴാണ് ശരിക്കും അറിയാം അതിൻ്റെ ആ അടി എഫക്റ്റ് നന്നായിട്ട് അറിയും. പിന്നെ അത് നമ്മൾ പടം കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കില്ല പടത്തിൽ മുഴുകിയിരിക്കുമ്പോൾ, പക്ഷെ അത് അറിയുന്നവർക്കറിയും അതിൻ്റെ മാറ്റം ശരിക്കും അറിയും. അപ്പോൾ ഈ ഒരു രീതിയിൽ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫിലിമിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇപ്പം സാധാരണ ക്രൗൺ തിയേറ്ററിലൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് മൂവി ഹൗസ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണോ അല്ലെങ്കിൽ? അല്ല, ഇപ്പം എല്ലാ മൂവി ഇപ്പോൾ അറ്റ്മോസും കാര്യങ്ങളും അല്ലേ വരുന്നത്. ഒന്നും ഇപ്പോൾ അങ്ങനെ പണ്ടൊക്കെ അല്ലേ ഈ അന്ന് DTS അല്ലായിരുന്നോ, അന്ന് ഇംഗ്ലീഷൊക്കെ അധികം വരല്, എപ്പോഴെങ്കിലും ഒരു മലയാളം വരല്. ഇപ്പം അറ്റ്മോസിലല്ല പടം വരുന്നത്. അപൂർവം ചില പടങ്ങൾ അറ്റ്മോസ് കണ്ടൻറ്റ് വരാത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ സ്ക്രീനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇപ്പം എന്തായാലും 3Dയും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടാവില്ലേ? സിൽവർ സ്ക്രീനാണെന്ന് വിചാരിക്കുന്നത്. അപ്പം എത്ര അടീൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്? സ്ക്രീന് 36x16 ആവുമെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ സിൽവർ സ്ക്രീനാണ്. 3D സിൽവർ സ്ക്രീനിലും കളിക്കുക, സാധാ സ്ക്രീനും ഉണ്ട്.
പക്ഷേ സിൽവർ സ്ക്രീനിൽ കളിക്കുമ്പോഴാണ് നമുക്ക് ആ ശരിക്കുള്ള എന്താ പറയുക ബ്രൈറ്റ്നസ് ലൈറ്റ് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത സിൽവർ സ്ക്രീൻ. അപ്പോൾ നമ്മൾ സ്ക്രീൻ വണ്ണിൽ ഏതാ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്? നമ്മൾ സ്ക്രീൻ വണ്ണിൽ പ്രൊജക്ഷൻ ക്രിസ്റ്റി 2220 ആണ്, 2K ആണ്. നല്ല പ്രൊജക്ഷനാണ്. പിന്നെ അത്യാവശ്യം നല്ലതാണ്, വലിയ കംപ്ലൈൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ബ്രൈറ്റ്നസ്, നല്ല വിടുത്തും കാര്യങ്ങളൊക്കെ ഉള്ള പിക്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ സപ്ലൈ ചെയ്യുന്നത് ആരായിരുന്നു? ക്യൂബാണോ UFO ആണോ? ക്യൂബല്ല, UFO ആണ്. UFO ആണ്. പിന്നെ UFOൻ്റെ ആണ് സെർവർ, ഡൊറാമി സെർവർ. അപ്പോൾ കീ അയക്കുന്നതൊക്കെ UFO ആണ്. സ്ക്രാബിൾ എന്ന് പറഞ്ഞാൽ UFO സ്ക്രാബിളും ഒന്ന് തന്നെയാണ്. പിന്നെ പ്രൊജക്ടറിൻ്റെത് ക്യൂബുകാരാണ്, സർവീസും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഓഡി വണ്ണിൽ എങ്ങനെയൊക്കെയാണ് സൗണ്ട് സിസ്റ്റം? കുറേ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ, ഓരോന്നായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞത്. ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഡോൾബി അറ്റ്മോസിൻ്റെ പ്രൊസസ്സറാണ്, CP850 ആണ്. പിന്നെ അടുത്തതായി അതിൻ്റെ അടിയിൽ കാണുന്നത് സ്പീക്കർ മാനേജ്മെൻറ്റാണ്. അപ്പം നമ്മുടെ ആംപ്ലിഫയർ ഓഡിയോ സെൻറ്ററിൻ്റെ Pro 9.0 ആണ്, 3000 വാട്ട്സിൻ്റെയാണ്. 3000 വാട്ട്സിൻ്റെയാണ്. അതിൽ തന്നെ സെൻറ്റർ, റൈറ്റ്, ലെഫ്റ്റ് ഒക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സബിൻ്റെ കൊടുത്തിരിക്കുന്നത് സ്മിത്തിൻ്റെ 3500 വാട്ട്സിൻ്റെയാണ്. 3500 വാട്ട്സാണ് സബിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ സ്മിത്തിൻ്റെ 3000 വാട്ട്സിൻ്റെയാണ് സറൗണ്ട്, അറ്റ്മോസ് സറൗണ്ട് കൊടുത്തിരിക്കുന്നത്. അത് 32 ചാനലാണ്. ഒന്നിൽ 4 ചാനൽ വെച്ചിട്ടാണ്, 4 ചാനലാണ് ഒരു ആംപ്ലിഫയറിൽ വരുന്നത്. 32 ചാനലാണ് വരുന്നത്. സൗണ്ടിൻ്റെ അത് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ അത് അറ്റ്മോസിൻ്റെ കണക്ക് ഇതിൽ കൊടുത്തിട്ടില്ലേ, മാനേജ്മെൻറ്റ്, സ്പീക്കർ മാനേജ്മെൻറ്റ്. അതുപോലെ അറ്റ്മോസിൻ്റെ ഇതിൽ നിന്നാണ് അറ്റ്മോസിൻ്റെ ഓരോ സ്പീക്കറിലേക്ക് പോകുന്നത്, അല്ല ആംപ്ലിഫയറിലേക്ക് പോകുന്നത് കേട്ടോ. ഇതിൽ നിന്നാണ് ആംപ്ലിഫയറിലേക്ക് പോകുന്നത്. ആംപ്ലിഫയറാണ് സ്പീക്കറിലേക്ക്. അപ്പോൾ ഇപ്പോൾ എന്നോട് പറഞ്ഞില്ലേ 2 തരത്തിലുള്ള 3D ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് ഗ്ലാസ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ പാസീവ് 3D, നിങ്ങൾ ആദ്യം കാണിച്ചില്ലേ പാസീവ് 3Dൻ്റെ ആണത്. ഇതാണ് എല്ലായിടത്തും ഉള്ള ഗ്ലാസ്, എല്ലാ തിയേറ്ററിലും ഉള്ള. ഇത് നമ്മൾ ആക്റ്റീവ് 3D, ഇതിപ്പോൾ എവിടെ ഇല്ല. പക്ഷെ ഇതാണ് 3D ഒന്നുകൂടി നല്ല 3D. ഈ ഗ്ലാസ്സിന് നല്ല ചിലവാണ്, ഇത് കിട്ടാനും ബുദ്ധിമുട്ടാണ്, പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. കിട്ടുമായിരിക്കും അന്വേഷിച്ചാൽ. അപ്പോൾ ഗ്ലാസ് കുറവാണിത്. പാസീവ് 3D, ഇത് ആക്റ്റീവ് 3D. പാസീവ് ഇതാണ് ആദ്യത്തെ. ഓക്കെ, ഇതിപ്പോൾ ഇതിൽ ബാറ്ററി ഇടുന്നതാണ്. ഇത് അഴിച്ചിട്ട് ബാറ്ററി ഇടും, വലിയൊരു ബാറ്ററി ഉണ്ട്. ഇത് അഴിച്ചിട്ട് ഇതിവിടെ അഴിക്കുന്നു, ഇത് ഇവിടെ അഴിക്കുന്നു, കുത്തി അഴിക്കുന്നു, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ബാറ്ററി ഇടും. ആ ബാറ്ററി 2 ആഴ്ചയൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ അറിയാം. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടാണ് ഗേറ്റ് സ്റ്റാഫ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡോൾബി അറ്റ്മോസ് ആണ് ഈ സ്ക്രീനിൽ വർക്ക് ചെയ്തത്. നേരത്തെ ഓൾറെഡി പറഞ്ഞു, എന്നാലും നമുക്ക് ഒന്നുകൂടെ പറയാം. ഡോൾബി അറ്റ്മോസിൽ 32 ചാനലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമ്മൾ സാധാരണ തിയേറ്ററിൽ നിന്ന് കണ്ടുവരാത്ത രീതിയിലുള്ള 2 സബ് കൊടുത്തിട്ടുണ്ട്. ഈ പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സ്പീക്കറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമലിൽ 2 സബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വൺ സൈഡിൽ 7ഓളം സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പുറകിൽ 4 സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസിന് ഏറ്റവും ടോപ്പിൽ 7 സ്പീക്കറാണ് ഈ റോയിൽ വരുന്നത്. അതേപോലെ തന്നെ തൊട്ട് അപ്പുറത്ത് 7 സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇടാൻ പോയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല എഫക്റ്റാണ്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിലിങ്ങനെ ഇടിക്കും വെച്ചാൽ മൈന്യൂട്ട് ക്ലാരിറ്റി പോലും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാം. ഇംഗ്ലീഷ് ഫിലിമുകളും കാര്യങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓഡി 1ൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത്. ഇനി ഓഡി 2ലേക്ക് പോകാം. അപ്പോൾ നമ്മളങ്ങനെ ഓഡി 2 എത്തിയിരിക്കുകയാണ്. നമുക്ക് ഓഡി 2 ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കുറച്ച് പുറകെ നിന്നിട്ട് ഈ ഓഡിറ്റോറിയം മൊത്തത്തിലൊന്ന് വീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആംബിയൻസുള്ള ഒരു ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഈ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഇൻറ്റീരിയൽ നിങ്ങൾ നോക്കി ഒരു പ്രത്യേക ഡിസൈനിലാണ് ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒരു പ്രത്യേക ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഈ കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടുത്തെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 7.1 സറൗണ്ടാണ് ഓഡിയോ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ വരുന്നത്. JBLൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു വാളിൽ 4 സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പുറകിൽ 4 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതേപോലെ സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ സീറ്റ് എന്ന് പറയുന്നത് നല്ലൊരു പുഷ് ബാക്ക് സീറ്റാണ്. പുഷ് ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു തിയേറ്ററിൽ കണ്ടുപോയ പുഷ് ബാക്ക് സീറ്റ്, നല്ല പുറകോട്ട് ഇങ്ങനെ ചാഞ്ഞിരുന്ന് സിനിമ കാണുന്ന ഒരു ആംബിയൻസിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. പിന്നെ ചെറിയൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ഈ കാര്യം പറയുകയാണെങ്കിൽ സീറ്റ് 2 കളറുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നീല കളറുള്ള സീറ്റും അതേപോലെ ഇളം പച്ച കളറുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കുഷ്യനാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല കുഷ്യനാണ്, പുറകോട്ട് നല്ല എന്താ പറയുക പോകുന്നുണ്ട്. നല്ല കംഫർട്ടായിരുന്ന് സിനിമയെ കാണാവുന്ന ഒരു കുഷ്യനും കാര്യങ്ങളൊക്കെയാണ് ഈ സീറ്റിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിൽ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ടൈൽസിലേക്ക് പോവുകയാണെങ്കിൽ ഈ താഴെ തറയിലേക്ക് ടൈൽസിലേക്ക് ഒരു ഗ്രേ കളറുള്ള ടൈൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വൃത്തിയിൽ തന്നെയാണ് ഇവിടെ മാനേജ്മെൻറ്റ് കൊണ്ടു കിടക്കുന്നത്. പിന്നെ അതേപോലെ ഈ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പം ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ബ്ലാക്ക് കളറുള്ള ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. AC-ൻ്റെ വെൻറ്റിലേഷനും മൾട്ടി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഇളം നീല കളറുള്ള ഇൻറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെ അതിനും കൂടെ തൊട്ട് താഴെയായിട്ട് ഒരു ആഷ് കളറുള്ള ഇൻറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ചുമരിൻ്റെ ആ 2 സ്ഥലങ്ങളിലായിട്ട് ആ ഒരു പ്രത്യേക ഡിസൈനിലാണ് ഈ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും മേലെ വരുന്നതെന്ന് പറയുന്നത് വാം ലൈറ്റ് LED വലിയ സ്ക്വയർ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രിഡാണ് ഈ ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീൻ 2-ൽ പ്രൊജക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2K പ്രൊജക്ഷനാണ് ഈ സ്ക്രീൻ 2-ൽ വരുന്നത്. പിന്നെ അതേപോലെ സ്ക്രീൻ 1-ൻ്റെയും സ്ക്രീൻ 2-ൻ്റെയും സ്ക്രീനിൻ്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരേപോലെയാണ്, നമുക്ക് വലിയ മാറ്റമൊന്നും തോന്നില്ല. സാധാരണഗതിയിൽ നമ്മളൊരു തിയേറ്ററിൽ ഈ സ്ക്രീന് നമുക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം. അതിന് പുറമെ ഈ സ്ക്രീൻ ഇതായി ഇവിടെ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഈ 4 വശവും മറച്ചു വെച്ചിരിക്കുകയാണ്. ബ്ലാക്ക് ഇൻറ്റീരിയലും കാര്യങ്ങളും കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നതാണ്. നല്ല വൃത്തിയിൽ തന്നെ മനോഹരമായി തന്നെ ഈ സ്ക്രീൻ 2-ൽ ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്രൗൺ തിയേറ്ററിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ക്രൗൺ തിയേറ്ററിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് സിനിമ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സിനിമാ വിശേഷമായി അടുത്ത തവണ കാണാം.